ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി ഉള്ളിവട ഇല്ലേ, നല്ല മൊരുമരായിരിക്കുന്ന സാധനം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിത് അതിനുവേണ്ടി നമ്മുടെ സവോള ഈ വലുപ്പമുള്ള 3 സവോള നമ്മൾ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് അധികം കനവില്ലാതെ നമ്മൾ അരിഞ്ഞെടുക്കണം. അതാണ്ട് ഈ ഒരു കനത്തിൽ അരിഞ്ഞാൽ മതി. അതിനിപ്പം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഒരു പച്ചമുളക്. ഇത് വലിയ എരിവില്ലാത്തതാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് എരിവുള്ളത് വേണമെങ്കിൽ ചേർക്കാം, കൂടുതലോ കുറവോ ചേർത്തെടുക്കാം. പിന്നെ നമ്മൾ ഇഞ്ചി അത് നമ്മളിങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത്, പിന്നെ കറിവേപ്പില അത് നമ്മൾ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. കാര്യം കറിവേപ്പില വലുതായിട്ട് ഇട്ട് കഴിഞ്ഞാണല്ലോ അതിൻ്റെ ഒരു സുഖം കിട്ടത്തില്ല, ആ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അരിഞ്ഞിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇടാതെ ഇതിന് നല്ലതായിട്ട് ഞെരിടണം. ഞെരടി അതിനകത്ത് ഏട്ടാ ഒരു കാര്യം ചെയ്യും, ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടേരാ. നമ്മൾ ആ ഉപ്പും കൂടി ഇട്ടിട്ട് രണ്ടും കൂടി ഇട്ട് നമ്മളങ്ങോട്ട് ഞെരിടാൻ പോവാം. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം, ശകലം കൂടി ഇട്ടേക്കാം അല്ലേ. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യണം. വെറുതെ മിക്സ് ചെയ്താൽ പോരാ, ഞെരിടണം. അതാണ് കറക്റ്റ് പരിപാടി. അതിൻ്റെ അകത്തുനിന്നുണ്ടല്ലോ വെള്ളം വെളിയിൽ വരണം. കാര്യം നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ എക്സ്ട്രാ വെള്ളങ്ങളൊന്നും ചേർക്കുന്നില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളിവടയുടെ ആ ഒരു സ്വാഭാവികമായ ആ ഒരു രുചി എന്ന് മാറിക്കും. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമി റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഏതളായിട്ട് ശരിക്കും കിട്ടാനായിട്ട് നമ്മൾ ഈ ഉള്ളി മുറിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, നടുക്കൊരു കട്ടിയുള്ളൊരു സാധനം, അതൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മുറിച്ച് മാറ്റുമ്പോഴത്തേക്ക് നമുക്കത് ഓരോരോ പീസായിട്ട് ഇങ്ങനെ ലെയറായിട്ട് ഇരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അടർന്ന് നല്ല ഇതായിട്ട് കിട്ടും. പിന്നെ ഉള്ളി അരിയുമ്പോൾ എല്ലാവർക്കും വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ കണ്ണ് നീറുന്നല്ലേ. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ചാൽ ഇതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് പിന്നെ അരിഞ്ഞാൽ മതി, കണ്ണ് നീറത്തില്ല. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അത്. അപ്പം ഇത് കണ്ട വെള്ളം നന്നായിട്ട് വെള്ളം വരുന്നുണ്ട്, നല്ല വെള്ളത്തിൻ്റെ ആ ഒരു അംശം നമുക്കറിയാനുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്കി ചേരുവകളൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില നല്ല കുനുകുന അരിഞ്ഞ കറിവേപ്പില. അതെ, നമ്മളൊരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ജീരകം, പെരുംജീരകമാണ്. ഇത് എല്ലാവരും ചേർക്കാറില്ല പെരുംജീരകം, പക്ഷെ പെരുംജീരകം ചേർത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ടേസ്റ്റും ഉണ്ട്. അത് തന്നെയല്ല, ചിലപ്പോൾ ഉണ്ടല്ലോ ഈ എന്താ പറയുക, ഈ ഗ്യാസൊക്കെ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരും. പരിഹാരമാണ് നമ്മൾ ഈ പെരുംജീരകം. പിന്നെ ചില ആൾക്കാർ കായപ്പൊടി ചേർക്കും. അപ്പോൾ അത് പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, കായത്തിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ കായം ചേർക്കുക, അല്ലെങ്കിൽ പെരുംജീരകം ചേർക്കുക. അപ്പോൾ നമ്മൾ പെരുംജീരകമൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി റെഡിയായിട്ട്. ഇത് നമ്മൾ ഒത്തിരി നേരം ഒന്നും വെച്ച് വെക്കുന്നില്ല. കാരണം എന്താ പറയുക, എത്ര നേരം വെക്കുന്നോ അത്രയും നമ്മൾ ഈ ഉള്ളിക്കകത്തുനിന്ന് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ആദ്യം ചേർത്ത് വെച്ചിരിക്കുന്ന കൺസിസ്റ്റൻസി എല്ലാം മാറും. അതിനേക്കാളും നല്ലത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാം. നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മൈദ എടുത്തിട്ടുണ്ട്, കടലമാവ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്രിസ്പി ഫീലിന് വേണ്ടി സ്വല്പം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അത് സ്പൂൺ വെച്ചിടാം. അപ്പം പിന്നെ ഉണ്ടല്ലോ ഇതിനകത്ത് നമ്മൾ പുറമേ നമ്മൾ വെള്ളം ചേർക്കുന്നതല്ല. അപ്പം നമ്മൾ ഓരോരുത്തർ എടുക്കുന്ന ഉള്ളിയുടെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പൊടി ഇടേണ്ടത്. അതിൻ്റെ അകത്തെ വെള്ളത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് പൊടി എടുക്കുക. നമുക്കിത് കടലമാവ് നമ്മൾ ആദ്യം ചേർത്തിരിക്കുന്നത് ഒരു 2 സ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി മൈദ ചേർക്കുക. അങ്ങനെ ഇടകലർത്തി ചേർത്താണല്ലോ നമുക്ക് ആ കറക്റ്റ് അളവിന് കിട്ടും. ഇനി നമുക്ക് മൈദ ചേർക്കാം. മൈദ നമ്മളിപ്പോൾ 2 സ്പൂണാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. കടലമാവും മൈദയും ഒരേ ക്വാണ്ടിറ്റി തന്നെ ചേർത്ത് വെക്കുക. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ. അരിപ്പൊടി ഒരുപാട് വേണ്ട, സ്വല്പം മതി. ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് ഞെരട്ടി റെഡിയാക്കി എടുക്കാം. സ്വല്പം മഞ്ഞപ്പൊടിയും കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ചേർക്കാം മഞ്ഞപ്പൊടി ചേർത്ത് ഒരു നുള്ളു മുളക് പൊടിയും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ആ ഒരു കടയിലൊക്കെ കിട്ടുന്ന ഒരു കളറൊക്കെ ഇല്ലേ, ആ കളറൂടെ വരണമെന്നുണ്ടെങ്കിൽ. പണ്ട് കാലത്ത് ഈ മറ്റേ ചായക്കടയിലൊക്കെ വൈകുന്നേരങ്ങളിൽ ഉള്ളിവടയും
ഒരു കട്ടൻ ചായയും ഒക്കെ കുടിച്ചിരിക്കുന്ന നമ്മുടെ പഴയ തലമുറയിലെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പുറത്തൊരു കസേര ബെഞ്ചൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു ഉണ്ട്. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ എല്ലാം നാട്ടുപുറത്തെ ഒരു എന്താ പറയുക, മറ്റേ ഈ ആകാശവാണി എന്ത് വാർത്ത ഉണ്ടല്ലോ നമ്മള് അവിടെ ചെന്നാൽ മതി, അതെല്ലാം കറക്റ്റായിട്ട് അറിയാം. വാർത്തകൾ കൃത്യമായി അറിയാനായിട്ട് അതാണ് പണ്ടത്തെ ചായക്കട. പൊടി ഇനി നമുക്ക് ഒരു സ്വല്പം നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ കുറച്ചുകൂടെ കടലമാവ് ചേർക്കും. കാര്യം ഇത് കുഴച്ച് വരുമ്പോഴേ നമുക്ക് അതിന്റെ കറക്റ്റ് അളവ് അറിയാൻ പറ്റുന്നത്. അപ്പം നമ്മൾ എത്ര സ്പൂൺ കണക്ക് പറഞ്ഞാലും ഉണ്ടല്ലോ, ഉള്ളിയുടെയൊക്കെ വലിപ്പമൊക്കെ പലതും പല രീതിയിലായിരിക്കും. ഉള്ളിയുടെ വലുപ്പം ഉള്ളിക്ക് ഈ ഓരോ ഉള്ളിക്കും ഉണ്ടല്ലോ വെള്ളത്തിന്റെ അംശമൊക്കെ വ്യത്യാസമാണ്. നമ്മളിപ്പം വെള്ളം പുറമേ ചേർക്കുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ 2 പൊടികളും 4 സ്പൂൺ വീതം ചേർത്തിട്ടുണ്ട്. ഈക്വലായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ ഒരുപോലെ. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്, മതിയാകുമല്ലോ പൊടി. ഇനി നമ്മുടെ മുളക് പൊടിയും എരിവ് നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. എന്നാലൊരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ആദ്യം നമുക്ക് വേണ്ട കാശ്മീരി മുളക് പൊടിയും സ്വല്പം ഇട്ടേക്കാം. ഇതിന് വലിയ എരിയൊന്നുമില്ല, അപ്പം പക്ഷേ നല്ല കളർ കിട്ടും. ഒരു നുള്ള് മഞ്ഞപ്പൊടി. ഇനി ഇത് നന്നായിട്ടൊന്നുകൂടെ വീണ്ടും മിക്സ് ചെയ്യണം. വീണ്ടും നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടി ഇതിന്റെ അളവ് നോക്കണം. ഉപ്പും കൂടെ ഒന്ന് നോക്കിയാണ്. കാര്യം നമ്മൾ വട ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഉപ്പൊന്നും നമുക്ക് ഇതിന്റെ ചേർക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ ഉപ്പൊന്നും കൂടെ ഒന്ന് നോക്കിയേക്കണം. അപ്പം നമ്മുടെ സംഭവം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല എണ്ണ ചൂടാക്കി നന്നായിട്ട് വാർത്തെടുക്കണം. ഇത് റെസ്റ്റിംഗ് ടൈം ഒന്നും ഇല്ല. അത് തന്നെ റെസ്റ്റിംഗ് ടൈമിന്റെ ഒന്നും ആവശ്യമില്ല. കാര്യം വെച്ചാൽ വെള്ളം വീണ്ടും ഇറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്ര നേരം വെക്കുന്നോ അത്രയും വെള്ളം വീണ്ടും ഇറങ്ങും. പിന്നെ നമ്മൾ പൊടി ഇടണം. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് വേഗം തന്നെ എണ്ണ ചൂടാക്കി ചുട്ടെടുക്കാം. അപ്പോൾ ഇവനെ നമുക്ക് പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ചട്ടി വെച്ച് എണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു നല്ലതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോ നല്ല ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഒത്തിരി അല്ല, മീഡിയം ഫ്ലെയിമിലാണ്. തീരെ കുറവുമല്ല കൂടുതലുമല്ല. ആ ഒരു രീതിയിൽ വെച്ചിട്ട് ഞാനിപ്പോ കയ്യാലൊരു സ്വല്പം എണ്ണ വരട്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ വരുവാണെന്നുണ്ടെങ്കിൽ സ്വല്പം ഒരു എണ്ണമയം എന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു കിഴുത്ത നടുക്ക് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടല്ലോ, ചില സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്യാറില്ല. ഇത് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ള നമ്മുടെ കാപ്പിക്കടകളിലാണ്. നമ്മുടെ അവിടെ കാപ്പിക്കടകളിലുണ്ടല്ലോ ഇങ്ങനെ നടുക്ക് ഒരു കുഴിയും കൂടെ. ഇതിപ്പോ ചെറിയ വലിപ്പമേ ഉള്ളൂ. ഇനി വലിപ്പ കൂടുതൽ കൊണ്ടാണോ അവര് നടുക്ക് കുത്തിയിടുന്നതെന്ന് അറിയത്തില്ല. വെന്ത് കിട്ടാൻ വേണ്ടിട്ടായിരിക്കും. എന്തായാലും കൊള്ളാം. നമ്മള് ഏട്ടാ ആദ്യത്തെ തിരിച്ചിട്ട് ആദ്യം വേണം തിരിച്ചിട്ട് തിരിഞ്ഞില്ല. തിരിയാനൊക്കെ വലിയ മടി. നമ്മൾ ആദ്യം ഇട്ടപ്പോണ്ടല്ലോ എണ്ണ നന്നായിട്ട് ചൂടായിരുന്നല്ലേ, അത് കാരണമാണ് ചെറിയ കളർ വ്യത്യാസം. നമുക്കിതെല്ലാം 1-2 പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കി കൂടി ഇതുപോലെ തന്നെ നല്ല വടവടിയായിട്ട് റെഡിയാക്കി. ഇനി അടുത്തതും അതുപോലെ തന്നെ ഒരു ഷേപ്പ് ആക്കുക. നടുക്കൊരു കിഴുത്ത് ഇടുക. അപ്പൊ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കട്ടെ. അതെ, കംപ്ലീറ്റ് നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ഇതിന്റെ കൂടെ ഒരു കട്ടൻ ചായയും. അതല്ലേ, കട്ടൻ ചായയും പരിപ്പ് വടയും ആണ് കോമ്പിനേഷൻ. പക്ഷെ നമ്മളിപ്പം കട്ടൻ ചായയും ഉള്ളിവടയും. നല്ല മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ അവസാനത്തെ സംഭവം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഉള്ളിവട നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കോരിയൊക്കെ മാറ്റി സ്റ്റവ് ഓഫ് ചെയ്തേക്കാം.
ഉള്ളിവടകളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു എടുത്തിരിക്കുന്ന ഉള്ളി വെച്ച് നമുക്ക് നമ്മളുടെ ആവശ്യത്തിനുള്ളത് എണ്ണ ഉണ്ടാക്കിയെടുക്കാം. അതെ, നമ്മള് അതിന്റെ പ്രത്യേകത വെച്ചാൽ എത്രമാത്രം വലുപ്പത്തിലാണ് നമ്മളിത് ഉണ്ട അതിനനുസരിച്ചിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കണം. അപ്പൊ ഇതൊന്ന് തണുത്തോട്ടെ. ഇപ്പൊ നല്ല ചൂടായിട്ടിരിക്കും. ചൂടായിട്ടായതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പിന്നെ ഇതിന് വേണ്ടല്ലോ, നമ്മള് ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ചായക്കടയിൽ ഇതിനൊരു ചട്നിയും കൂടെ തരും. അതായത് മുളകിന്റെ ഒരു ചട്നിയാണ്. അത് നല്ല ടേസ്റ്റാ സംഭവം. അതൊന്നും ഇല്ലെങ്കിൽ ഇത് ടേസ്റ്റാ. അതെ, ഒരു കട്ട ചായ ഉണ്ടെങ്കിൽ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കിയേക്കാം. അത്യാവശ്യം തണുത്തിട്ടുണ്ട് അല്ലേ? നല്ല ആവശ്യത്തിനുള്ള എരിവുണ്ട്. എന്താ പറയുക, കറിവേപ്പിലയുടെയും പിന്നെ നമ്മൾ ആ പെരിഞ്ചീരകമൊക്കെ ഇട്ടതിന്റെ ഒരു നല്ലൊരു ഫീല് എല്ലാം കൊണ്ട് നന്നായിട്ടുണ്ട് സാധനം. അപ്പൊ ഇതുപോലൊന്ന് ഉള്ളിവട തയ്യാറായിരിക്കും. നമുക്കെന്താ പറയുന്നത്, വലിയൊരു എഫർട്ടൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സാരമില്ല, അത് നമ്മളിപ്പോ എണ്ണയുടെ പിന്നെ നമ്മള് എന്താ പറയുക, വൈകുന്നേരത്തെ ചായക്ക് ഒരു കടി അതായിക്കോട്ടെ ഉള്ളിവട. അപ്പൊ എല്ലാവരും തയ്യാറാക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. അപ്പം നമ്മൾ ഉള്ളിവട ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് ചെയ്ത് വീഡിയോ ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് മാത്രമല്ല ചായക്ക് ഒരു ഉള്ളിവടയും കൂടെ ഉണ്ടാക്കി കുടിക്കുക. സന്തോഷം, എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം നമുക്ക് വേറൊരു വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll